അനുമോള് പറയണ്ടായി ശൈത്യം പിന്നിൽ നിന്ന് കുത്തിന്ന് പറയണ്ടായി. അപ്പൊ അത് നിങ്ങക്ക് പിന്നീട് മനസ്സിലാവും ആരാണ് പിന്നിൽ നിന്ന് കുത്തുന്നേന്നുള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലായി. എനിക്ക് ആക്ച്വലി ആ ഒരു വ്യക്തിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും വന്നതിന്. ജിസേൽ അടിപൊളിയാണ്, നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. എല്ലാവരും അടിപൊളി, എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ്. അങ്ങനെയില്ല, ഞാൻ തന്നെ ആയിരുന്നു ജെനുവിൻ, വേറെ ആരും അവിടെ ജെനുവിൻ അല്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള ഗെയിം പ്ലാനിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. ഇല്ല ഞാൻ കണ്ടിട്ടില്ല, അതെനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലായിക്കോളും അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത്. അത് അതിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഇത്രേ ഉള്ളൂ. അല്ല, ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഇതാവും. അതുകൊണ്ട് ഞാനിപ്പോ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും അടിപൊളിയായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ബട്ട് ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ വരുന്നത്. 7 മണിയാണല്ലോ, അപ്പം അങ്ങനെ. ആ, അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ 24x7. അപ്പൊ അങ്ങനെ. ആ അതെ 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 ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സ്ട്രഗ്ലിങ് പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എല്ലാം ഓക്കെ ആയിട്ട് പോയി. ഈ വീക്കായിട്ട് ഭയങ്കരമായിട്ട് കളിച്ചു വരുന്ന ഒരാളായിരുന്നു. അതെ. അപ്പം പെട്ടെന്ന് എവിക്റ്റ് ആവുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ, ഞാനിപ്പോ പോകേണ്ട ആളല്ലായിരുന്നു തോന്നിയിരുന്നു? ഉറപ്പായിട്ടും അങ്ങനെ തോന്നിയായിരുന്നു. ഫസ്റ്റ് 2 വീക്സ് ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നി. പക്ഷേ ഈ ഒരു വീക്ക് ഭയങ്കര എനർജി ആയിട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇനിയാണെങ്കിലും മുന്നോട്ട് അടിപൊളിയായിട്ട് പോയേനുമായിരുന്നു. ബട്ട് പെട്ടെന്ന് തന്നെ എവിക്റ്റ് ആയിപ്പോയി. അറിയില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് നന്നായിട്ട് കളിച്ച് വരുമായിരുന്നു പെട്ടെന്ന്. അതെ, നല്ലൊരു ഫയറായിട്ട് കയറി വരുമായിരുന്നു. ബിഗ് ബോസിൽ വേറെ ആരെയും ദ്രോഹിക്കാതെ ഗെയിം കളിച്ച ഒരാള് ശൈത്യം മാത്രമായിരിക്കും ചിലപ്പോ. അതെ, എനിക്ക് അങ്ങനെ തോന്നുന്നു. കാര്യം ഞാൻ ജെനുവിൻ ആയിട്ടായിരുന്നു നിന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോഴും സന്തോഷത്തോടെ ആയിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എല്ലാവരുടെയും മനസ്സിലൊരു ഇടം പിടിക്കാൻ പറ്റി. സോ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഗെയിം കളിച്ചത്, അത്രേ ഉള്ളൂ. അങ്ങനെ വെച്ചാൽ എനിക്ക് അറിയില്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ടോപ്പ് 5 എല്ലാവരും നല്ല ഗെയിം കളിക്കുന്നുണ്ട്, നല്ല ഗെയിമേഴ്സ് ആണ്. അവരവരുടേതായിട്ടുള്ള രീതിയിൽ പല പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂല. എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ്. എനിക്കറിയില്ല, ഞാൻ അതിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഇല്ലില്ല. എനിക്ക് ആക്ച്വലി അതിനെ പറ്റി സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ബിഗ് ബോസിൽ പോയി മുന്നേ ഉള്ള ശൈത്യായാലും അത് കഴിഞ്ഞുള്ള ശൈത്യക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക? ഒരു ഗെയിം ഷോ ആണല്ലോ, പല രീതിയിൽ നമ്മളെ കുറെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. കുറെയൊക്കെ സ്ട്രഗിൾ ചെയ്തു. അവിടെ 7 മണി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ പണിപ്പുരയായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സ്ട്രഗ്ലിങ് സംഭവം. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ലൈഫിൽ ഒരു മിനിമലായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പഠിച്ചു. അങ്ങനെ ബിഗ് ബോസിലുണ്ടായ തിരിച്ചറിവ് എന്താ? ജെന്യുവൻ ആയിട്ട് നിൽക്കുക, നല്ലൊരു ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്യുക. അവിടെ പലർക്കും ഇല്ലാത്തൊരു സാധനം അതാണ്. ഫേക്കായിട്ട് നിൽക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. റിയൽ ആയിട്ട് നിൽക്കുക. നല്ല സൗഹൃദത്തിന്റെ പേര് അവിടെ ആദില നൂറ, അവർ ജെന്യുവൻ ആണ്, നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബിൻസി നല്ലൊരു ഗെയിമറായിരുന്നു, നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ മേ ബി അവർ നല്ലതായിട്ട് കളിക്കുന്നുണ്ട്, നല്ല ഫയറിൽ തന്നെ വരുന്നുണ്ട്. നൂറയാണെങ്കിലും ഇപ്പം നല്ല രീതിയിൽ ഗെയിം കളിച്ച് വരുന്നുണ്ട്. മേ ബി ചാൻസ് ഉണ്ട്. എനിക്കതിനെ പറ്റി പറയാൻ ഒന്നുമില്ല, അത്രേ ഉള്ളൂ.
ഭയങ്കര ഇല്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അത് എനിക്കറിയാം, ഒരു അത് അവരുടെ മേ ബി ഗെയിം സ്ട്രാറ്റജി വല്ലതും ആയിരിക്കാം. എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല. എന്തോ മേ ബി അതുപോലെ രേണുസുതിക്ക് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടോ? പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിനെപ്പറ്റി പറയാനുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും നല്ലതായിട്ട് ഗെയിം കളിച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുറത്തേക്ക് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അത് ചേച്ചിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ അശ്ലീല ഭാഷ സംസാരിക്കുന്ന ആൾക്കാരും ഇപ്പോഴും ബിഗ് ബോസിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ ശൈത്യനെ എവിക്ഷൻ ചെയ്തതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി കൊടുക്കുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞിട്ട് അതിന് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ഇപ്പോൾ ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. എനിക്ക് ആളുകളെ ചീത്ത പറയുന്നു, വേറൊരു രീതിയിൽ സമൂഹത്തിലേക്ക് അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ എവിക്റ്റ് ആയിക്കോളും. അത് അതിനെപ്പറ്റി സംസാരിക്കും.